സംഖ്യാപുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ നിന്നാണ് വായിക്കുന്നത്. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെയും 9-ാമത്തെയും വാക്യം വളരെ പരിചിതമായ വാക്യങ്ങളാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായം, നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 8 and 9 വായിച്ചു കേൾക്കാം. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്കത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്ക മാത്രമരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പോയിരിക്കുന്നു. നമ്മോട് കൂടെ യഹോവ ഉള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. ഇന്നത്തെ പ്രസംഗത്തിന് ഞാനൊരു തലക്കെട്ട് ഇട്ടിട്ടുണ്ട്, ആരെയും ഭയപ്പെടാതെ ജീവിക്കുക. ചിലർക്ക് മനുഷ്യനെ പേടിയാ, ചിലർക്ക് മന്ത്രവാദിയെ പേടിയാ, ചിലർക്ക് പിശാചിനെ പേടിയാ, ചിലർക്ക് കൂടെ ജോലി ചെയ്യുന്നവരെ പേടിയാ. അങ്ങനെയുള്ള ധാരാളം പേരുണ്ട്. സ്തോത്രം. ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പം അയൽവക്കത്തുകാരെ ഭയങ്കര ഭയമാണ്. അവർ വല്ല ദോഷം ചെയ്തതിൻ്റെ ആണോ എനിക്കിതൊക്കെ വരുന്നേ. പക്ഷെ വേദോസ്തം പറയുന്നേ, നിങ്ങൾ അവരെ ഒന്നും പേടിക്കരുത്. അടുത്തിരിക്കുന്ന ആക്കത് കൈ കൊടുത്തോലെ ഭയപ്പെടാതെ ജീവിക്കണമെന്ന് പറ. സ്തോത്രം. ഒത്തിരി പേര് വണ്ടി എടുത്തിട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ കൂടെ പറയുന്നത് അവർ വണ്ടി ഓടിച്ചാൽ ഇടിക്കുമെന്ന. ഞാനും പറയുക ഓടിക്കല്ലേ, ഉറപ്പായിട്ട് ഇടിക്കും. സ്തോത്രം. എന്നാൽ ഭയം ഇല്ലാത്തവർ വണ്ടി ഓടിക്കും. ഭയമില്ലാത്തവർ ജീവിതം നല്ലതായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. ഭയം ഒരു വലിയ പ്രശ്നമാണ്. ഭയത്തിൽ നിന്ന് മോചനം കിട്ടാൻ എന്തുവാണ് വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിനെ പ്രണയിച്ചാൽ മതി. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഇന്ന് ചില വീടുകൾക്കകത്തുനിന്ന് ഭയത്തെ ദൈവം പുറത്താക്കാൻ പോവുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ അവിടോട്ടാണ് ചിന്ത വരാൻ പോകുന്നത്. സ്തോത്രം. ഇപ്പം നിങ്ങൾക്ക് ഭയം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. പ്രസംഗം മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടോയെന്നൊക്കെ കർത്താവ് വെളിപ്പെടുത്തി തരും. നിങ്ങളിനി വചനത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഇത് പഴയ നിയമ ഇസ്രായേലിനോട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞിരിക്കുന്നൊരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അവിടെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, മിസ്രൈമിൻ്റെ അടിമ നുകത്തിൽ നിന്ന് ദൈവം വിടിവിക്കും പറഞ്ഞു, നിനക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ നാട് തരാം. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് എന്തുവാ? വാഗ്ദത്തമാണ്. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകാത്ത എന്തുകൊണ്ടാണ്? ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ ജഡം താഴ്ചയുള്ളതാണ്, അതിന് ഒത്തിരി ഇഷ്ടമുണ്ട്. അപ്പം ചിലതൊക്കെ വേണ്ടാന്ന് വെച്ചേക്കുന്ന എന്തുവാ? നമുക്കൊരു വാഗ്ദത്ത നാട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന പോലൊക്കെ ജീവിച്ചാൽ നിന്നെ ഞാൻ ഇന്നൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇന്നത് തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ അയൽവക്കത്തുകാരൻ വഴക്കുണ്ടാക്കിയിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നത്. അപ്പുറത്തുകാരൻ ബിയർ കുടിച്ചപ്പോൾ നമ്മൾ കുടിക്കാതിരിക്കുന്നത്, മിണ്ടുന്നില്ല. അപ്പുറത്തെ വീട്ടിൽ മോശമായ പ്രവൃത്തി നടക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ മോശമായ പ്രവൃത്തി നടക്കാത്തത്. അപ്പുറത്തെ വീട്ടിൽ ചീത്ത വിളിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ചീത്ത വിളിക്കാതെ എന്താതിശയമേ പാടുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്വത്രം, അവർ പോകാത്തൊരു സ്ഥലത്ത് നമ്മൾ പോകുമെന്നുള്ള ഉറപ്പാണ്. നിങ്ങളാരും മിണ്ടുന്നില്ല. അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചോ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചോ, ചിരിച്ചോണ്ട് ചോദിച്ചോ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചേ. അല്ല, ചെല്ലൊന്നും ചോദിക്കുന്നില്ല. സ്തോത്രം. പോട്ടെ, ഞാൻ അതൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തു തരാം? വാഗ്ദത്ത നാട് തരാം. ആ നാടിനെക്കുറിച്ച് കേൾക്കുന്ന പാലും തേനും ഒഴുകുന്ന, പണ്ടൊക്കെ നിങ്ങൾ ചിന്തിക്കരുത് ഒരു തോട്ടിൽ കൂടെ പാലും ഒരു തോട്ടിൽ കൂടെ തേനും ഒഴുകുമൊന്നുമല്ല. പാലും തേനും ഒഴുകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ മൃഗങ്ങൾ ഇങ്ങനെ മേഞ്ഞിട്ട് അതിൻ്റെ പാല് കറക്കാൻ ആളില്ലാഞ്ഞ്, സ്തോത്രം, സമൃദ്ധി എന്നേ ഇതിന് അർത്ഥമുള്ളൂ. പക്ഷെ അവിടുത്തെ സാഹചര്യം കൂടെ പറയുക. പശുക്കൾ പാറപ്പുറത്ത് ചെന്ന് കിടക്കുമ്പം അതിൻ്റെ അകടിയിലൂടെ പാല്, വേദശാസ്ത്രികളുടെ നിഗമനമാണ്, അതിലൂടെ ഇങ്ങനെ പാലൊഴുകി വരും. സമൃദ്ധി അതിൻ്റെ അർത്ഥം. തേൻകട്ടകൾ നിറഞ്ഞിട്ട് തേൻ എടുക്കാൻ ആളില്ലാതെ തേൻ പുറ്റുകളിൽ നിന്ന് തേൻ ഊറി വരുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ നാട് അത് നിനക്ക് തരാം. ഇതാണ് ഇസ്രായേലിനോടുള്ള വാഗ്ദത്തം. അവർ മിസ്രൈം വിട്ടു. സ്തോത്രം. ദൈവത്തിൻ്റെ സൂക്ഷിപ്പി വരുക. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. ആവശ്യത്തിന് മന്ന പൊഴിയും, ആവശ്യത്തിന് കാട ഇറങ്ങും. മരുഭൂമിയിൽ വെച്ച ദൈവത്തിന് ഒരു ബലഹീനനും ഇല്ലാതെ അവരെ ഇങ്ങനെ കൊണ്ടുവന്ന് സംഖ്യാപുസ്തകത്തിൽ വരുമ്പം 13-ാം അധ്യായത്തിലൊക്കെ എത്തുമ്പം അവർ ഏകദേശം കനാൻ നാടിനടുക്കൽ വന്നിട്ട്, സ്തോത്രം, ദൈവം പറഞ്ഞു,
ഓരോ ഗോത്രത്തിൽ നിന്നും 12 ഗോത്രമാണ്. 12 ഗോത്രത്തിൽ നിന്ന് 12 ഗോത്ര തലവന്മാരെ തിരഞ്ഞെടുക്കണം. സ്തോത്രം. തിരഞ്ഞെടുത്തിട്ട് അവർക്ക് നിയമമുണ്ട്. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം, അവരെല്ലാവരും തലവന്മാരായിരിക്കണം. ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ വീതം തിരഞ്ഞെടുക്കണം. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ ദൈവം നമുക്ക് തരാൻ പോകുന്ന കനാൻ നാട് നല്ലതാണോ എന്ന് പോയി നോക്കി വെച്ച് വരാൻ പറഞ്ഞു. സ്തോത്രം. മനസ്സിലായോ? ഹല്ലേലൂയ. നമ്മൾ ചെറുക്കനെ നമ്മുടെ മോനെ ഒരിടത്ത് കല്യാണം കഴിപ്പിച്ച് വിടാൻ പോകുമ്പം അവിടെ പോയി ചിലർ മോൻ കല്യാണം കഴിക്കാൻ വീട്ടിൽ പോയിട്ട് ചുറ്റുപാട് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കിയേച്ച് വരുന്ന പോലെ, സ്തോത്രം, കനാൻ നാട് തരാൻ പോവുക, അതെങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവന്മാർ 10-40 ദിവസം കൊണ്ട് ഇവരെല്ലാം കൂടെ പോയി കനാൻ നാട് നോക്കി. എന്നിട്ട് അവർ തിരിച്ചു വരാൻ നേരത്ത് അവിടുത്തെ കുറച്ച് ഫ്രൂട്ട്സുമായിട്ടാണ് എങ്ങോട്ട് വന്നു? ഇവരിടുന്ന സ്ഥലത്തോട്ട് വന്നു. അതിനകത്ത് പ്രധാനമായി കൊണ്ടുവന്ന ഫ്രൂട്ട് എന്തുവാന്ന് പറയാമോ? മുന്തിരിങ്ങ.